ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ എൻ പാസ്സാകുവാൻ ഒരേ ഒരു വാക്ക് ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്. ദീപക് ദേവ് ഈ സിനിമയെ നശിപ്പിച്ചു. പുള്ളി എന്താണ് ചെയ്തത്? ഒന്നുകിൽ ഖുറേഷി സൂട്ടിൽ വരിക, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി മുണ്ടിലും ഷർട്ടിലും വരിക. ഇത് ഖുറേഷിയുടെ സൂട്ടും സ്റ്റീഫന്റെ മുണ്ടും ഉടുപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും ഇല്ലാണ്ടാവും. എനിക്ക് വേറെ വല്ല പണി ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഡയറക്റ്റായിട്ട് വൾഗറായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്ത് ഇതിന് മാത്രം വലിയൊരു പാപമാണോ ഞാൻ ചെയ്തത്? അപ്പൊ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഇത്രമാത്രം നെഗറ്റീവുകൾ എഴുതുന്ന ആളുകൾ ആരാണെന്ന് നമുക്കൊന്ന് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചെകഞ്ഞ് നോക്കാൻ ശ്രമിച്ചോ? എല്ലാവരും 0 പോസ്റ്റ് 0 ഫോളോ 0 ഫോളോയിങ്. മാത്രമല്ല ഇത് ഓട്ടോ ജനറേറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ മിനിറ്റിൽ 2 അതുപോലത്തെ വരും. നമ്മൾ സാധാരണ ഇവിടുത്തെ ടിപ്പിക്കൽ സിനിമകളിൽ കേൾക്കുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര തിയേറ്റർ ഇളക്കുന്ന പോലത്തെ വെറും ബീറ്റ്. അതല്ല, ഹോളിവുഡ് പടത്തിലൊക്കെ കേൾക്കുന്ന ടൈപ്പ് ഫുൾ ഓർക്കസ്ട്ര ഇരുന്ന് വായിക്കുന്ന ടൈപ്പ് സംഭവം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പടങ്ങളൊക്കെ വലിയ കോലകുമ്പം പടങ്ങൾ, നമ്മുടെ പൃഥ്വി, അതൊക്കെ അവർ ഫോറിൻ റെക്കോർഡ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡിയോസിൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സൗണ്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? പൃഥ്വിരാജിന്റെ മോള് പാടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഹൗ മച്ച് വിൽ യു പേ മീ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല, പിന്നെയാണോ? പക്ഷെ എന്തൊക്കെ തന്നെ ആണെങ്കിലും ഇമോഷൻ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന്, പിന്നെ അച്ഛൻ്റെ മോളല്ലേ. ഫസ്റ്റ് മോള് വന്നു. അപ്പം ഞാൻ ഹൗ ആർ യു, എന്താണ് മോൾ എവിടെയാണ് താമസിക്കുക, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വന്നപ്പം അപ്പൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് പറയാം, Ali, this is Deepak Dev. He's the music director. He's my enemy. Be very careful of it. ഞാൻ പറഞ്ഞു, പൃഥ്വി ചതിക്കല്ലേ, ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഇത് പറയാം. പറഞ്ഞു, നോ നോ, ഇസ് വെരി ഡേഞ്ചറസ്, ബി കെയർഫുൾ ഓഫ് ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടീനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എംപുരാനെ എംപുരാനെ എന്നുള്ളൊരു വിളി 2 പ്രാവശ്യം വിളിക്കും. അപ്പോൾ ഈ വിളി മാത്രമല്ല, അത് കഴിഞ്ഞ ഉടനെ തന്നെ ആനന്ദ് ശ്രീരാജിൻ്റെ ആ വോയിസിൽ ആ ട്രെയിലറിൽ വന്ന എംപുരാനെ എന്നുള്ള മാസ്കുലിൻ അല്ലെങ്കിൽ ഡെവിളിഷ് ആയിട്ടുള്ള ട്രൈ ചെയ്ത് നോക്കാമെന്ന് എൻ്റെ ബാൻഡിലെ ബേസ് ഗിറ്റാറിസ്റ്റ് പറഞ്ഞു. വന്നു കഴിഞ്ഞ് പുള്ളി പാടി തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കാൻ തുടങ്ങി, ഇത് എന്ത് ജീവിയാണ് ഇത്, ഭയങ്കര പവറായിട്ടുള്ള വോയിസ്. ആ സമയത്ത് മനസ്സിൽ ഞാൻ കുറിച്ചതാണ്, ഇവനാണ് എംപുരാൻ്റെ വോയിസ്. അങ്ങനെ ഏറെ പ്രതീക്ഷകൾക്കും ഒരുപാട് ഹൈപ്പുകൾക്കും ഒക്കെ ശേഷം എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ, അതിഭീകരമായ ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ് നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. കുറേ മാസങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം ഫൈനൽ ഔട്ടായിട്ട് തിയേറ്ററിൽ ആദ്യമായി കണ്ടപ്പോൾ ആ ഒരു സംഗീത സംവിധായകന്റെ മനസ്സ് എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു? വളരെ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ക്ലീഷ ആൻസർ അല്ലേ, മാറ്റിപ്പിടിയേട്ടോ. അല്ല, ശരിയാണ്, പക്ഷെ സന്തോഷം ഉണ്ടായതില്ല എന്ന് പറയാൻ പറ്റില്ല. സന്തോഷം വളരെയധികം ഉണ്ടായിരുന്നു. സത്യമായിട്ട് ഒരു ഗൂസ് ബംസ് വന്നില്ലേ പല സ്ഥലത്തും? എന്റെ മ്യൂസിക് ഞാൻ തന്നെ കേട്ടപ്പോ. തീർച്ചയായിട്ടും, കാരണം ഈ പടത്തിന് സ്പെഷ്യലി, കാരണം സാധാരണ ചെയ്യുന്ന ടൈപ്പ് മ്യൂസിക് അല്ല ചെയ്തത്. അപ്പോൾ അത്രയും നമ്മൾ ചെയ്ത ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു മ്യൂസിക് ഇങ്ങനത്തെ സ്പീക്കേഴ്സിൽ ഫസ്റ്റ് ടൈം പടം ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അത് എനിക്ക് തിരിച്ചു വന്നത് ഈ പടത്തിന്റെ മ്യൂസിക് തിയേറ്ററിൽ കേട്ടപ്പോഴാണ്. കാരണം അതിന് കാരണമുണ്ട്. ഞാൻ കുറെ കാര്യങ്ങൾ ഇതിൽ ആദ്യമായിട്ട് ശ്രമിച്ച കാര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും വലിയ നന്ദി, ഞാൻ ക്രെഡിറ്റ് ഫുൾ എടുക്കില്ല, അത് പൃഥ്വി കാരണമാണ് ആ ഒരു ലക്ക് എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ ആദ്യമായി ശ്രമിച്ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ ചേട്ടാ, ഒരു സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു പറഞ്ഞാൽ ഇതില് മ്യൂസിക്കിന്റെ ക്യാൻവാസ് എങ്ങനെ ഇരിക്കണം എന്ന് പൃഥ്വി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ സാധാരണ ഇവിടുത്തെ ടിപ്പിക്കൽ സിനിമകളിൽ കേൾക്കുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും എനിക്ക് ഇട്ടേക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് എങ്ങനത്തെ പുള്ളി പറഞ്ഞല്ല, എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിയേറ്റർ ഇളക്കുന്ന പോലത്തെ വെറും ബീറ്റ്. അതല്ല, ഇവിടെ നമുക്ക് പ്യൂർ മനുഷ്യന്മാർ വായിക്കുന്ന, നമ്മൾ ഹോളിവുഡ് പടത്തിലൊക്കെ കേൾക്കുന്ന ടൈപ്പ് ഫുൾ ഓർക്കസ്ട്ര ഇരുന്ന് വായിക്കുന്ന ടൈപ്പ് സംഭവം, അതിന്റെ മാക്സിമം എങ്ങനെയാ ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞ പടങ്ങളൊക്കെ വലിയ കോലകുമ്പം പടങ്ങൾ, നമ്മുടെ പൃഥ്വി, അതൊക്കെ അവർ ഫോറിൻ റെക്കോർഡ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡിയോസിൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സൗണ്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇങ്ങനത്തെ പ്രൊജക്റ്റിലല്ലേ അതൊക്കെ ചെയ്യുന്നത്, നമുക്ക് അത് തന്നെ ചെയ്യണം, അത് ചെയ്താൽ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ചെയ്ത അപ്പോൾ അത് മാത്രം ചെയ്താൽ കിട്ടുമോ?
നിങ്ങൾ ആ മ്യൂസിക് എഴുതുകയും വേണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അഫ്കോഴ്സ് അത് ചെയ്യാം, നമ്മുടെ പടങ്ങളിൽ ഇത് ചെയ്യാത്തതുകൊണ്ട് അതിനുവേണ്ടി കുറേ ഹോംവർക്ക് ചെയ്യേണ്ടി വരും, വേറെ പടമൊന്നും ഇടയിൽ കയറി പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഇത് ഒരു മെഡിറ്റേഷൻ പോലെ തന്നെ കണ്ടിട്ട് ഇരുന്നാലേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഫുൾ ഇറങ്ങി. ഞാൻ വളരെ പുതിയ സംഭവങ്ങൾ പഠിക്കുമ്പോൾ നമുക്കും കുറേ ഇതുണ്ടാവില്ല എക്സൈറ്റ്മെന്റ്സ്. കാരണം നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വരുമ്പോൾ കീബോർഡിൽ മാനേജ് ചെയ്യും. ഇത് ആ സംഭവമൊക്കെ ലൈവായിട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ തിയേറ്ററിൽ ഇരുന്നത്. ആണല്ലേ. ഈ പൃഥ്വിരാജുമായിട്ട് ദീപക് ദേവിന് ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത 3 സിനിമകളിൽ മ്യൂസിക് ചെയ്തേക്കുന്ന ചേട്ടൻ, പൃഥ്വിരാജ് ആദ്യമായി പാടിയ പാട്ട് ചേട്ടനിലൂടെ, ചേട്ടന് സംസ്ഥാന അവാർഡ് കിട്ടിയ ഉറുമി പൃഥ്വിരാജിന്റെ പടം. ഇതെല്ലാം എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ? പൃഥ്വിരാജിനെ മാത്രമല്ല, പൃഥ്വിരാജിന്റെ മോളെയും പാടിച്ചത് ഞാൻ. കറക്റ്റ്. ഇനി ആ പൃഥ്വിരാജിന്റെ കുടുംബം മൊത്തം പാട്ടുകൾ പാടിയുണ്ട് ചേട്ടന്റെ സിനിമയിലൂടെ. പൃഥ്വിരാജിന്റെ മോള് പാടി കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ചോദിച്ചു ഹൗ മച്ച് വിൽ യു പേ മീ എന്ന് ചോദിച്ചു. ഓ അങ്ങനെ ഉണ്ടായോ? 10 വയസ്സുകാരിക്കും പൈസ കൊടുക്കണമല്ലേ? ഹൗ മച്ച് വിൽ യു പേ മീ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല, പിന്നെയാണോ? അപ്പൊ പറഞ്ഞു നോ നോ ഐ വിൽ നീഡ് മണി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം, എല്ലാം കഴിയുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കും, അപ്പൊ ഞാൻ എന്താ തരുന്നത് കാണാം, ഇപ്പൊ തിരിഞ്ഞു നോക്കരുത് പറഞ്ഞു. അങ്ങനെ പാടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ ഭയങ്കര സന്തോഷമുള്ള, അതിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം ചോദിച്ചു വെച്ചിരുന്നു. അപ്പൊ അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ ഇങ്ങനെ കണ്ണിൽ നക്ഷത്രം വരുമെന്ന് പറയില്ല. അതെന്തൊക്കെയായിരുന്നു ചേട്ടാ 10 വയസ്സുകാരിയുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ? ഇവള് ബേസിക്കലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഭയങ്കര പുസ്തക വായന ശീലമുണ്ട്. പിന്നെ പൃഥ്വി എൻ്റെ അടുത്ത് പറഞ്ഞ ഹാരി പോട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ ഹാരി പോട്ടറിന്റെ കുറച്ച് ടോയ്സ്. പിന്നെ പെൺകുട്ടിയല്ലേ, എൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികളുള്ളതുകൊണ്ട് പെൺകുട്ടികളെ എങ്ങനെ വീഴ്ത്താം, അത് കുറച്ച് നല്ല ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അച്ഛൻ്റെ റോളിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. പിന്നെ സർപ്രൈസസ് ആണല്ലോ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ പാടി കഴിഞ്ഞിട്ട് ഓക്കെ റെഡിയാണോ, എൻ്റെ ഗിഫ്റ്റ് കിട്ടാൻ റെഡിയാണോ? യെസ് 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 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കുന്നു പറയുമ്പോഴേക്ക് സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് എഞ്ചിനീയർ, അതായത് ഇതെല്ലാം സൂമിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒരു വിൻഡോയില് ഞാനുണ്ട്, ഒരു വിൻഡോയില് പൃഥ്വിയുണ്ട്. ഈ കുട്ടി മാത്രം അമ്മയായിട്ട് ബോംബെയിലെത്തി, മോള് സുപ്രിയ ആയിട്ട്. അപ്പൊ ആ സ്റ്റുഡിയോയിലെ എഞ്ചിനീയേഴ്സ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പൊ അവര് സൂം കോളിൽ വന്ന് മോള് പാടുമ്പോൾ ഞാനും പൃഥ്വി ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ എന്തൊക്കെ തന്നെ ആണെങ്കിലും ഇമോഷൻ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന്, പിന്നെ അച്ഛൻ്റെ മോളല്ലേ. ഞാനത് ചോദിക്കാൻ വരായിരുന്നു, ഇത്രമാത്രം സ്വീറ്റ് വോയിസ് ആണ് അലങ്കൃതയുടെ എന്ന് ഇതിന് മുൻപ് ചേട്ടൻ എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നോ ഈ പാടുന്നതിന് മുൻപ് വരെ? ഒട്ടുമില്ല. ഞാൻ ഒരിക്കലും ഞാനത് ഇങ്ങനെ പാടുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല. ടച്ച് വുഡ്, അത്രയും സ്വീറ്റ്. മകള് ബോംബെയിലിരുന്ന് പാടുമ്പോ കൂടെ ഇരിക്കുന്നത് അച്ഛനാണല്ലോ? അല്ല, അച്ഛൻ ഒറീസയില്. ഓ അത് ശരി, അച്ഛനും സൂമിലായിരുന്നല്ലേ? അച്ഛൻ സൂമില് ഒറീസയില് ഒരു വിൻഡോയില്. അത് ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഫസ്റ്റ് മോള് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ 3 പേരും ഒരു വിൻഡോയില് വന്നു. അപ്പം ഞാൻ വന്ന് അപ്പൊ കൊച്ചിനാദ്യം കംഫർട്ടബിൾ ആക്കണല്ലോ, കുട്ടികളല്ലേ. നമ്മൾ ആദ്യം തന്നെ മ്യൂസിക് ഡയറക്ടറിന്റെ തിന്നു കഴിഞ്ഞാൽ പേടിച്ച പോലെ. അപ്പൊ ഞാൻ ഹൗ ആർ യു, എന്താണ് മോൾ എവിടെയാ താമസിക്കുക, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വന്നു. അപ്പം അപ്പൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് പറയാ, Ali, this is Deepak Dev. He's the music director. He's my enemy. Be very careful of him. പിന്നെ അധികം അടുപ്പിക്കരുത്. അപ്പൊ അത് പറയുമ്പോൾ കൊച്ചെന്നെ ഇങ്ങനെ നോക്ക്. ഞാൻ പറഞ്ഞു പൃഥ്വി ചതിക്കല്ലേ, ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഇത് പറയാം. പറഞ്ഞു നോ ഇസ് വെരി ഡേഞ്ചറസ്, ബി കെയർഫുൾ ഓഫ് ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടീനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതോടെ അതെ സത്യം. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് ബെസ്റ്റ്. ഇനിയിപ്പോ ഈ കുട്ടി പാട്ട് എങ്ങനെ പഠിക്കും, എന്നെ പേടിയുള്ള രൂപത്തിലല്ലേ കാണും. അപ്പൊ കൊച്ചച്ഛനും നോക്കുക, അവൻ കുഴപ്പമില്ല, ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഇതല്ല ഇതിന്റെ അപ്പുറത്ത് തന്നെ ഞാൻ ഡീൽ ചെയ്യാതുള്ള രീതിയിൽ. പിന്നെ പക്ഷെ നല്ല സ്വീറ്റ് ആയിരുന്നു. പക്ഷെ ആ ഒറ്റ വരിയിൽ നിർത്താമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? അതെന്താന്ന് വെച്ചാൽ ആ വരി അവസാനമാണ് ഈ മോളാണ് പാടുന്നത്. അതിപ്പോ ഏത് മോളാണെങ്കിലും ആ പാട്ടിന് ആവശ്യമുള്ളല്ലേ ചെയ്യാം. അപ്പൊ അത് എംപുരാനെ എംപുരാനെ എന്നുള്ളൊരു വിളി 2 പ്രാവശ്യം വിളിക്കും. അപ്പൊ ഈ വിളി മാത്രമല്ല, അത് കഴിഞ്ഞ ഉടനെ തന്നെ ആനന്ദ് ശ്രീരാജിന്റെ ആ വോയിസിൽ ആ ട്രെയിലറിൽ വന്ന എംപുരാനെ എന്നുള്ള മാസ്കുലിൻ അല്ലെങ്കിൽ ഡെവിളിഷ് ആയിട്ടുള്ള, അപ്പൊ ഇന്നസെൻസ് ഓൺ വൺ സൈഡ് ആൻഡ് ഡെവിളിഷ് ഓൺ ദി അതർ സൈഡ്, ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാനാണ് ഈ വാവക്കുട്ടിയും അനുരാഗും 2 എക്സ്ട്രീമിൽ പാടിയത്. ഇങ്ങനെ ഒരു സൈഡിൽ ഒരുപാട് കയ്യടികൾ ചേട്ടന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, മറ്റൊരു സൈഡിൽ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ദീപക് ദേവ് ഈ സിനിമയെ നശിപ്പിച്ചു, പുള്ളി എന്താണ് ചെയ്തത്, പുള്ളി എന്ത് മ്യൂസിക്കാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കമന്റുകൾ ഞാൻ കാണുന്നു. അത് സത്യം പറഞ്ഞാൽ എന്താ ചേട്ടാ ഞെട്ടുന്നുണ്ടോ ഇത്? ഞെട്ടെന്ന് പറഞ്ഞാല് ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്ന് പറയില്ലേ, ഇതിന്റെ നടുക്കാരും ഒന്നും പറയുന്നില്ല. ഇഷ്ടപ്പെട്ടവര് എന്ത് രസം, വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പറയാ. അതൊരു വലിയ വിഭാഗം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മൾ ഈ ആൾക്കാരോട് ചോദിക്കുമ്പോഴൊക്കെ അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയുന്നുണ്ട്.
പക്ഷെ സോഷ്യൽ മീഡിയ കയറി കഴിയുമ്പം നേരെ ഓപ്പോസിറ്റ്, തനിക്ക് വേറെ വല്ല പണി ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അത് ബീപ്പെടും യൂട്യൂബ് ചാനല്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇതിന് മാത്രം വലിയൊരു പാപമാണോ ഞാൻ ചെയ്തത്? അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പൃഥ്വിയുടെ അടുത്ത് ഇത് ഡിസ്കസ് ചെയ്തു. പൃഥ്വി, ഇങ്ങനൊരു സംഭവം ഉണ്ട്, കുറേ ആൾക്കാർക്ക് ഇത് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നത്. പൃഥ്വി പറഞ്ഞാൽ അത് നോക്കണ്ട, നമ്മൾ ആഗ്രഹിച്ച പടം, ഞാൻ ആഗ്രഹിച്ച പടം, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, അതിൽ ഇതാണ് ഇതിന് വേണ്ടത്. നിങ്ങൾ ആദ്യം എനിക്ക് കുറേ സാധനങ്ങൾ തന്നു, നിങ്ങൾ എന്നെ പറ്റിക്കാനും നോക്കി, ഇടയ്ക്ക് അതൊക്കെ ഇട്ടു എന്ന് പറഞ്ഞു. പുള്ളി നമ്മളെപ്പോഴും തമാശ പറയുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാ. അതായത് ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ചില കണ്ടംപററി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് പറയുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ ഇടയ്ക്ക് അടിച്ചു കയറ്റും. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയും, എനിക്ക് ആ ഫുൾ ഇഷ്ടപ്പെട്ടു, ഇടയിൽ എന്നെ പറ്റിക്കാൻ നോക്കിയാൽ ആ ഇട്ട സാധനമില്ലേ അത് മാറ്റണം. ഞാൻ പറഞ്ഞു, പ്രത്യേകം അത് സൈഡിൽ കൂടി. പുള്ളി പറഞ്ഞു അത് വേണ്ട, അത് വന്നു കഴിഞ്ഞാൽ ഇതുമല്ല ഉണ്ടാവും. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് തന്നെ എക്സാമ്പിൾ പറയും, ഒന്നുകിൽ ഖുറേഷി സൂട്ടിൽ വരിക, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി മുണ്ടിലും ഷർട്ടിലും വരിക. ഇത് ഖുറേഷിയുടെ സൂട്ടും സ്റ്റീഫൻ്റെ മുണ്ടും ഉടുപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും ഇല്ലാണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു സംഭവം സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോഴല്ലേ നമ്മുടെ ആ വിഷ്വൽ നമ്മൾ എടുത്ത സംഭവം എല്ലാം കൊണ്ടും ജസ്റ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്ത് നാട്ടിൽ വരുമ്പം കംപ്ലീറ്റ് നമ്മൾ വേറൊരു മ്യൂസിക്, ഇപ്പം വീണ പറഞ്ഞ കാര്യം, അപ്പൊ അതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലും കണ്ടത്. പുള്ളി പറഞ്ഞു ആ ഒരു ഷിഫ്റ്റ് അറിയണമെങ്കിൽ ഇത് നമ്മൾ പ്യൂർലി ഓത്തന്റിക് ഹോളിവുഡ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഇത്രമാത്രം നെഗറ്റീവുകൾ എഴുതുന്ന ആളുകൾ ആരാണെന്ന് നമുക്കൊന്ന് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചെകഞ്ഞ് നോക്കാൻ ശ്രമിച്ചോ? അതായത് ഇപ്പൊ ചില സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് ഇവര് കാര്യമായിട്ട് മ്യൂസീഷ്യനാണോ, അതായത് എന്താണ് ഇവരുടെ തൊഴിൽ, മ്യൂസീഷ്യന്റെ ചെവി കൂടി കേട്ടിട്ടാണോ സാധാരണ ജനങ്ങളുടെ ചെവിയിൽ കൂടി കേട്ടിട്ടാണോ എന്നറിയാൻ വേണ്ടി. കാരണം ഒരു മ്യൂസീഷ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചിലപ്പോൾ മ്യൂസീഷ്യൻസിന് മാത്രമാണോ, സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടാണോ, ഇത് എന്താണ് ഇവരുടെ തൊഴിൽ, അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാൻ ഒരു 10, 30, 40 എണ്ണം ഞാൻ നോക്കി. എല്ലാവരും 0 പോസ്റ്റ്, 0 ഫോളോ, 0 ഫോളോയിങ്, ലോഗ്ഡ് പ്രൊഫൈൽ, ഒരേപോലെ. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് എല്ലാവരുടെയും ഒരുപോലെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഇതെന്ത് ഇത് നമ്മൾ ഈ ഇരട്ടവെട്ടുള്ളത് പറയില്ലേ, അതുമാതിരി ഇത് 10, 30, 40 എണ്ണം ഒരേപോലെ. അപ്പം എൻ്റെ പേജ് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെടുത്ത്, ഇൻഫാക്ട് അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവർ പറഞ്ഞു 150 എണ്ണം കണ്ടു, പക്ഷെ നമ്മൾ 30 പേരെ എണ്ണിയുള്ളൂ, ബാക്കിയൊക്കെ ഇത്രയുണ്ട്, എല്ലാം ഈ 000 കൗണ്ടാണ്. അപ്പോൾ ഇതൊരു ക്യാമ്പയിനിങ് ആണ്. മാത്രമല്ല ഇത് ഓട്ടോ ജനറേറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ മിനിറ്റിൽ 2 എണ്ണം അതുപോലത്തെ വരും. ആ, അതായത് കംപ്ലീറ്റ് ഹൈടെക് ആണ് ഇതൊക്കെ. ഇനി അല്ല, നമ്മൾ ഈ കമന്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലൈക്സ് കയറും. ഒരു 150 ലൈക്കൊക്കെ ആവും ഒരു മിനിറ്റിൽ. ഇനി അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മാത്രം കയറും. തൊട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് ഇരട്ടിയാവും. അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുന്നതിന്റെ മുമ്പേ ഇത് പോയി ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ ഇവന്മാരെന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് വെക്കും, സ്ക്രീൻഷോട്ട്. ഈ 000 ആണ്, എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതെന്താ ക്യാമ്പയിനിങ് ആണോ? അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതിന് പടത്തിന് പാരലായിട്ട് വേറെന്തൊക്കെയോ കോൺട്രവേഴ്സീസും ഡിസ്കഷൻസും ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. അപ്പൊ അതിന്റെ ഭാഗമാണോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാനത് പൃഥ്വിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി വളരെ കൂൾ ചില്ല്. പുള്ളി പറഞ്ഞു, നിങ്ങളോട് ആരെങ്കിലും ഇപ്പൊ ഫോൺ നോക്കാൻ പറഞ്ഞോ, പടം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അങ്ങനത്തെ യാതൊരു സംഭവം, കുറച്ച് നാൾ ആ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച്, കുട്ടികളിപ്പോ കൂടെ ഇല്ലേ, നിങ്ങൾ അടിച്ച് പൊളിച്ച് എവിടെയെങ്കിലും കറങ്ങിയിട്ട് പോവാ, അല്ലെങ്കിൽ പോയിട്ട് പട്ടികൾ വീട്ടിലില്ലേ അതിൻ്റെ കൂടെ കളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വളരെ കൂളായിട്ട് പറഞ്ഞു, അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട, അതൊരു സൈഡിൽ കൂടി ആൾക്കാർ അങ്ങനെ പറയും, അത് ഇറ്റ്സ് എ ഗുഡ് സൈൻ, നമ്മൾ ചെയ്തത് വ്യത്യാസമായിട്ട് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കാണുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ നമ്മൾ ഇത്രയും കാലങ്ങളോളം കൊടുത്ത ഒരു സിനിമയാണ്. ആ സിനിമയിൽ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്ത സാധനത്തിനെ കുറിച്ച് പറയുമ്പോൾ ചേട്ടൻ എവിടെയെങ്കിലും അത് മാനസികമായി ഹേർട്ട് ചെയ്യുന്നുണ്ടോ? ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ, നമ്മൾ പൊതുവെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ സെൻസിറ്റിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും. കറക്റ്റാണ്. അപ്പം അതും ഒരു പണി നമ്മൾ ചെയ്ത വർക്ക് കുറച്ചും കൂടി നന്നാവാമായിരുന്നു, വേറൊരു സ്റ്റൈലായിരുന്നെങ്കിൽ എന്ന് പറയുന്നതും ഡയറക്റ്റായിട്ട് വൾഗറായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്ത് ഡാഷ് എന്നുള്ള സംഭവങ്ങൾ നമുക്ക് എന്തും ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ ഫില്ല് ചെയ്തിട്ടുള്ള മെസ്സേജസ് വരുമ്പം നമുക്ക് എന്താന്ന് മനസ്സിലാവില്ല, നമുക്കിത് കേട്ട് ശീലമില്ലല്ലോ.
കേട്ടും പറഞ്ഞും ശീലമില്ല. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് കാണുമ്പം നമുക്ക് എന്താണാവോ എന്ന് ഓർത്തു പോകും. അട്ടെ, അതൊക്കെ പോട്ടെ. കാരണം എന്താ വെച്ചാൽ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിന് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് ആരെങ്കിലും കണ്ടെത്തുമല്ലോ. അങ്ങനെ നമുക്ക് ആ ഒരു ചെറിയ ടോപ്പിക്കിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ല കാര്യങ്ങളിലേക്കൊക്കെ വരാം അല്ലെ? അയ്യോ, അത് ഞാനൊരു കംപ്ലൈന്റ് ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറഞ്ഞത്. സത്യമായിട്ടോ. അപ്പോൾ ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും കുടുംബസമേതം വന്നിരുന്നു. ലാലേട്ടന്റെ കുടുംബം വന്നിരിക്കുന്നു, പൃഥ്വിരാജിന്റെ കുടുംബം, എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക് ഡയറക്ടറോട് എന്താണ് വന്ന് പറഞ്ഞത്? ആദ്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? എനിക്ക് ഫസ്റ്റ് പടം കണ്ട് ഇറങ്ങിയപ്പം സുജിത് വാസുദേവൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അറിയായിരുന്നു നിങ്ങൾ ചെയ്യുമ്പം എങ്ങനെ വരും, എന്നാലും അത് ഞാൻ കാണാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് ഞാൻ എടുത്ത വിഷ്വൽസിന്. കാരണം രാജുവിൻ്റെ മനസ്സിൽ ഈ വേറെ ലെവലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാവരും രാജു ഇങ്ങനെ സ്ക്രൂ ചെയ്താണ് ഇവിടെ വരെ എത്തിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം സ്ക്രൂ ചെയ്തിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നല്ല സ്ക്രൂയിങ് കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, നന്നായിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞല്ല, പക്ഷെ അത് മാത്രം കേൾക്കാനുണ്ട് എൻ്റെ വിഷ്വൽസിന് ഈ ടൈപ്പ് ഓഫ് മ്യൂസിക്. ഞാൻ പറഞ്ഞു, അതിന് നമ്മൾ അതേപോലത്തെ ആൾക്കാരെ വിളിച്ച് വായിപ്പിച്ച് കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള പടങ്ങളിൽ വായിച്ച ആൾക്കാർ തന്നെയാണ് ഇതിന് വായിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പറഞ്ഞാൽ എന്തായാലും എനിക്കത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് ഷൂട്ട് ചെയ്ത സിനിമാറ്റോഗ്രാഫർ പറഞ്ഞു. എന്നായിരുന്നു ചേട്ടാ ആദ്യത്തെ സിനിമ കണ്ടേ? പ്രിവ്യൂ കണ്ടോ അതോ ഫസ്റ്റ് ഷോ കണ്ടോ? രണ്ടും കണ്ടല്ലേ? പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇതിന് അങ്ങനെ ഷോ ഉണ്ടായിരുന്നില്ല. നമ്മൾ മിക്സ് ചെയ്ത തിയേറ്ററിൽ ഒരു പ്രാവശ്യം നോൺ സ്റ്റോപ്പ് ഇടുമെന്ന് പറഞ്ഞു. ആർക്കും എന്ത് പറയാണ്ടേ ഇടയിൽ കയറി സംസാരിക്കരുത്, നിർത്തൂല. അത് സൗണ്ട് എഞ്ചിനീയറിന് മുമ്പിലുള്ള ഇതായിരുന്നു. അപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും ആർക്കെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ ഫോണിൽ നോട്ട്സിൽ എഴുതി വെക്കുക, എല്ലാം കഴിഞ്ഞിട്ട് പറയാം. ഒരു സിംഗിൾ ഷോട്ടിൽ പടം കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസിന് എന്താണ് കിട്ടുന്ന ഇൻ ടേംസ് ഓഫ് സൗണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണ്. നിർത്തി കാണുമ്പോൾ നമുക്ക് ആ ഫ്ലോ കിട്ടില്ല, മനസ്സിലാവില്ല. ശരിയാ. അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടതല്ലാണ്ട് പിന്നെ തിയേറ്ററിലാണ് കണ്ടത്. ഇത്രയും മാസ്കുലർ ആയിട്ടുള്ള ഒരു റോറിംഗ് ആയിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു അത്. അങ്ങനെ ഒരാളെ എങ്ങനെയാ അത് കണ്ടുപിടിച്ചെത്തിയത്? അത് സ്റ്റേജിൽ വെച്ച് കണ്ടത് അല്ല, ഈ റൂമിൽ തന്നെ നമ്മളുടെ എൻ്റെ ലൈവ് ഷോസിന്റെ റിഹേഴ്സൽ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കൂട്ടത്തിൽ ലൈവിന് ഈ പാട്ട് കടവുള പോലെ പാടാനായിട്ട്, ലൂസിഫറിലെ പാട്ട് പാടാൻ ഈ കടവുള പോലെ, എമ്പുരാൻ, ഇതൊക്കെ സ്റ്റേജിൽ പാടുമ്പം എനിക്ക് ഉഷാ ദീദീനെയോ അല്ലെങ്കിൽ കാർത്തിക് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ റാപ്പ് പാടിയ ആളെയൊന്നും എനിക്ക് കിട്ടില്ല, തമിഴനായിരുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരാളെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം, സ്റ്റേജിൽ സമയമാകുമ്പോഴേക്കും ഒരാളെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് ബാൻഡിലൊക്കെ പാടുന്ന ഒരാളുടെ നല്ല ബേസ് മാസ്കുലിൻ വോയിസ് ആണ്, വെറുതെ വിളിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എൻ്റെ ബാൻഡിലെ ബേസ് ഗിറ്റാറിസ്റ്റ് പറഞ്ഞു. അങ്ങനെ വന്നതാ. വന്നു കഴിഞ്ഞ് പുള്ളി പാടി തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കാൻ തുടങ്ങി, ഇത് എന്ത് ജീവിയാണ് ഇത്, ഭയങ്കര പവറായിട്ടുള്ള വോയിസ്. അപ്പോൾ ഞാനിങ്ങനെ അതായത് എൻ്റെ ചിന്തകൾ വേറെ പല രീതിയിലാണ് പോകുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടായതാണ്, ഈ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ അക്കരെ പച്ച എന്ന് പറഞ്ഞാലും ഇക്കരെ നിൽക്കുമ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ജെം ഓഫ് എ വോയിസ് ആൻഡ് ജെം ഓഫ് എ ക്യാരക്ടർ, വെരി സ്വീറ്റ്. ഈ ശബ്ദത്തിന്റെ ഉടമയാണ് ആ ക്യാരക്ടർ എന്ന് നമ്മൾ വിശ്വസിക്കില്ല. അത് ഭയങ്കര സൈലന്റ് ഉള്ള, പക്ഷെ പാടുമ്പോൾ ഇതാണ് സംഭവം. അപ്പൊ അങ്ങനെ പുള്ളി പാടി സ്റ്റേജിൽ പാടിയപ്പം പുള്ളിയുടെ വേറൊരു കളർ എന്ന് പറയുന്നത് പാട്ട് മാത്രമല്ല, റോറിങ് സിംഗിങ് വിത്ത് എന്താ പറയുക പെർഫോമൻസ് ഇല്ലേ, ശരിക്കും റോക്ക് സ്റ്റാർ ഓടി നടന്ന് ചാടിപ്പാടുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ കൂടി കണ്ടപ്പോൾ ആ സ്റ്റേജിൽ വെച്ച് ഞാൻ കീബോർഡ് വായിച്ച് പുള്ളി പാടുന്ന സമയത്ത് മനസ്സിൽ ഞാൻ കുറിച്ചതാണ്, ഇവനാണ് എമ്പുരാന്റെ വോയിസ്. ഓ, അത് ശരി. അല്ല, ഞാൻ ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ചേട്ടൻ സ്കിപ്പ് ചെയ്തു വളരെ ബുദ്ധിപരമായിട്ട്. അല്ല ചേട്ടൻ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു അന്തർധാര, ഈ പൃഥ്വിരാജും ദീപക് ദേവും തമ്മിലുള്ള ഒരു അന്തർധാര? കാരണം ഇങ്ങനെ പൃഥ്വിരാജിന്റെ ഈ മൈൽ സ്റ്റോണുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ഇങ്ങനെ ദീപക് ദേവ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2009 തൊട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു പുതിയ മുഖം. അതിന്റെ മുമ്പേ കാക്കി എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്, അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പൊ പക്ഷെ ആ പ്രോജക്റ്റിൽ നമ്മൾ കണ്ടിരുന്നില്ല. പുതിയ മുഖത്തിലാണ് നമ്മൾ ഒരുമിച്ച് ഇരിക്കുന്നതും കമ്പോസ് ചെയ്ത ട്യൂൺ കേൾക്കുന്നതും. അപ്പൊ അവിടുന്ന് പുള്ളി പാട്ട് പാടി പുള്ളിയുടെ സിംഗറുമായി. അപ്പൊ ഈ പുതിയ മുഖത്തിലും പുള്ളി ഇതിന്റെ ബാക്കി ടെക്നിക്കൽ സൈഡിലൊക്കെ നല്ല ഇൻവോൾവ് ആയിരുന്നു. കാരണം അന്നേ ഇദ്ദേഹത്തിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, അതായത് ഈ പ്രോജക്റ്റ് വിജയിക്കണമെങ്കിൽ ഇതിന്റെ ഫൈറ്റ് ഇന്നാള്, ഇതിന്റെ ക്യാമറ ഇന്നാള്, ഇതിന്റെ മ്യൂസിക് ഇന്നാള്, ഇതിന്റെ എഡിറ്റർ ഇന്നാള്, ഈ 4 പേര് കൂടി കഴിഞ്ഞാൽ ഈക്വൽസ് ടു സക്സസ്. ആൻഡ് വിൽ ഓൾസോ ബി ഈക്വൽ ടു പൃഥ്വിയുടെ നെക്സ്റ്റ് റേഞ്ച് ഓഫ് ആക്സെപ്റ്റൻസ്. എനിക്ക് തോന്നുന്നു പുതിയ മുഖത്തിലൂടെയല്ലേ പുള്ളി സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ ഇതെല്ലാം പുള്ളിക്ക് അന്ന് ഒട്ടേ ഭയങ്കര കാൽക്കുലേറ്റീവ്, അതായത് മോബ് സൈക്കോളജി പുള്ളിക്ക് ഭയങ്കരമായിട്ട് അറിയാം.
എന്താണ് തിയേറ്ററിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പം തന്നെ നമ്മളൊരു പടം കാണുമ്പം വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന സ്ഥലം ഇത് ഇവിടെ വരുമ്പോൾ നമുക്ക് മ്യൂസിക് നല്ല ലൗഡായിരിക്കണം, കാരണം ഇതിൻ്റെ അപ്പുറത്തായിരിക്കും തിയേറ്ററിൽ ഉണ്ടാവുന്ന ആരവവും മറ്റേ ബഹളവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സാധനം അവിടെ കേൾക്കില്ല, ഇതിനേക്കാളും ലൗഡായാലേ കേൾക്കുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് പുള്ളിക്ക് എങ്ങനെ അറിയാം, അത് അവിടുത്തെ അവസ്ഥ അവിടെയല്ലേ അറിയുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു അതങ്ങനെ വരൂ, അതങ്ങനെയാണ്, അതിൻ്റെ പോക്ക് വെച്ചാൽ അങ്ങനെ വരൂ, അത് കറക്റ്റ് ആയിരിക്കും. ചേട്ടൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടില്ലേ, നിങ്ങൾ ഒരിക്കൽ പോലും തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നത് കണ്ടിട്ടില്ലല്ലോ പൃഥ്വി, പിന്നെ എങ്ങനെയാണ് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ സൈക്കോളജി പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞത് തിയേറ്ററിൽ പോകണമെന്ന് നിർബന്ധമില്ല, ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ ആ പാറ്റേൺ ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആണ്. പിന്നെ ഈ വളരെ സക്സസ്ഫുൾ ആയിന്ന് കേട്ട പടങ്ങൾ ഒന്നും പുള്ളി മിസ് ചെയ്യാതെ കാണും. ഈ പടത്തിന് സക്സസ് ആണെങ്കിൽ വാട്ട് ഇസ് ദെയർ ഇൻ ദാറ്റ് മൂവി. അപ്പൊ അത് മലയാളം മൂവി മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലെ എല്ലാ ഭാഷയും ഫോറിൻ ലാംഗ്വേജസും ഇംഗ്ലീഷും എല്ലാം കാണും. അതുകൊണ്ട് തന്നെ എല്ലാ പടത്തിന്റെയും USP എന്താണെന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെക്കും. അല്ല, ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന അത്രയും കാലമുള്ള ഒരു നടനെ പാട്ട് പാടിപ്പിക്കാൻ കിട്ടിയ ഒരു ധൈര്യം എവിടെ നിന്നായിരുന്നു? പൃഥ്വിരാജ് തന്നെ തന്നതോ അതോ ചേട്ടൻ ഉണ്ടാക്കിയെടുത്തതോ? പുള്ളി പിന്നെ എന്തും ചെയ്യും, ഒന്നും അറിയില്ല എന്ന് പറയില്ല, പക്ഷെ ഇത് പുള്ളി നന്നായിട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പാട്ട് ഈ അടുത്ത ലിറിക്സ് വരെ എഴുതിയില്ലേ. അത് അടുത്ത ചോദ്യമായിരുന്നു അത്. എന്തൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുക, അതായത് സംവിധാനം, അഭിനയം, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ലിറിസിസ്റ്റ് ആകുന്നു, സിംഗർ ആകുന്നു, എന്തൊക്കെയാ ചേട്ടാ സംഭവിക്കുന്നത്? പുള്ളിയുടെ തന്നെ ചോദിക്കണം, എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അല്ല, എന്നാലും ആ ആദ്യത്തെ പാട്ട് ചേട്ടനെ പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കാൻ പുതിയ മുഖം എങ്ങനെയാ ചേട്ടൻ? പുതിയ മുഖം എന്നുള്ള പാട്ട് ആക്ച്വലി എൻ്റെ അടുത്ത് പല വോയിസസ് പറഞ്ഞിരുന്നു ആദ്യം, ഡയറക്ടറിൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് മലയാളത്തിൽ ആക്ടേഴ്സ് പാടുന്നത് ഒരു റെഗുലർ സംഭവമല്ല. ലാലേട്ടൻ പണ്ട് പാടിയിട്ടുണ്ട്, പിന്നെ ഒക്കേഷണലി 1-2 സിംഗേഴ്സ്. ഇത് തുടങ്ങി വെക്കുന്ന മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ലാലേട്ടൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പൃഥ്വി തന്നെയായിരിക്കും. അതല്ലാതെ ഐ എം നോട്ട് ഷുവർ, അറിയാത്തൊരു കാര്യമാണ്. പക്ഷെ പൃഥ്വിയാണത്. പിന്നെ പൃഥ്വിയുടെ പാട്ടിൽ പാടുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചത് ആ പാടുന്നതിൻ്റെ ഒരു കൗതുകത്തിന് പാടിയിട്ട് ബാക്കി പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ പാടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഒരു സിംഗർ പാടുമ്പോൾ വരുന്ന മിനിമം സാധനം അത് തന്നെ പുള്ളി പാടുമ്പോൾ കിട്ടി. അത് എല്ലാം ടാലന്റഡ് ആണ്. ഈ സിനിമയില് പറഞ്ഞപ്പോഴാ സുപ്രിയും ടാലന്റഡ് ആട്ടോ, കാരണം ഇത് ഏതൊന്നത് വിട്ടിട്ട് പിന്നെ സുപ്രിയ എന്നെ വിട്ടിട്ട് എന്റെ പേര് പറഞ്ഞില്ല, എന്റെ മോളാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സുപ്രിയ വിടാതെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയും ഒരു കുടുംബത്തിലെ പൃഥ്വിരാജ് പാടുന്നു, മകള് പാടുന്നു, പ്രാർത്ഥന പാടുന്നു, ഈ പാട്ടുകളെല്ലാം ഞങ്ങൾ അറിയാതെ അങ്ങനെ ഒരു സത്യമുണ്ടോ? അത് ഏതായാലും അങ്ങനെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നു. നെഗറ്റീവ്സ് ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും, മൈൻഡ് ചെയ്യേണ്ട. നെഗറ്റീവിന്റെ 10 ഇരട്ടി 20 ഇരട്ടിയും നല്ല വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അങ്ങനെ തന്നെ സന്തോഷം ഉണ്ടാവട്ടെ. നെഗറ്റിവിറ്റി എന്ന് പറയുമ്പം അറിയാതെ അവര് പറയാണ്, അപ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമമല്ലേ ഇവർക്ക് സത്യം അറിഞ്ഞിരുന്നെങ്കിൽ. അതായത് നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം വേണ്ടെന്ന് വെച്ച് ഡയറക്ടറിന്റെ ടേസ്റ്റ് ഇങ്ങനെയാണ്, ഡയറക്ടറിന്റെ ആഗ്രഹപ്രകാരം ചെയ്തതാണെന്നുള്ളൊരു സത്യം അറിയാതെയല്ലേ എൻ്റെ കുടുംബത്തെ വിളിക്കുന്നത് എന്നറിയുമ്പം എനിക്ക് അവിടെയാണ് വിഷമം. ഇപ്പം നമുക്ക്, അതായത് ഞാൻ അങ്ങനെ കൊടുത്ത സംഭവങ്ങളൊക്കെ അത് വേണ്ട, അത് ഈ പടത്തിലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന സംഭവങ്ങളില്ലേ. അപ്പൊ അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുമ്പം നമുക്ക് തോന്നുന്ന ഒരു വിഷമമില്ലേ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് പിന്നെ അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. വീണ ഒന്ന് ആലോചിച്ച് നോക്കും, വീണ വളരെ ഡൈ ഹാർട്ട് ഫാനായിട്ട് വീണ ഒരു തിയേറ്ററിൽ പോകുമ്പോൾ വീണ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പാക്കേജിങ് അല്ല വീണക്ക് കിട്ടിയതെങ്കിൽ പിന്നെ വീണക്ക് അത് എവിടെങ്കിലും തീർക്കണം. അതെ അതെ, അതിന്റെ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും നല്ല സ്ഥലം എന്നല്ലേ. മുഖം കാണണ്ടല്ലോ, സ്വന്തം പേര് പോലും വേണ്ടല്ലോ. അതെ, പക്ഷെ എന്തായാലും നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സംവിധായകനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിൽ ചേട്ടൻ 150% വിജയിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എമ്പുരാൻ വലിയൊരു ഗംഭീര സിനിമ, ഇനി അത് ഹിറ്റ് ആവട്ടെ എന്നൊന്നും പറയാനില്ല, സൂപ്പർ ഹിറ്റാണ്. അതുപോലെ തന്നെ നല്ല നല്ല സിനിമകൾ ചെയ്യാനായിട്ട് ചേട്ടൻ ഇനി അവസരങ്ങൾ ഉണ്ടാകട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു ചേട്ടാ. ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ പാസ്സാകുവാൻ ഒരേയൊരു വാക്ക്, ആപ്പിൾ ആർ ക്ലാസ്സസ്.